ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. ഒക്ടോബർ 18 നിക്കാഹും 20 ഞങ്ങൾ റിസപ്ഷനും. ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച മുമ്പേ ഒന്നും കല്യാണത്തിന് പോയി നിൽക്കാൻ പറ്റില്ല. നല്ല മഴയുണ്ട്, കോടയുണ്ട്, നല്ല യാത്രയായിരുന്നു. ഇത് നിക്കാഹിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. എന്നാലും വലിയ പരിപാടിയൊന്നുമല്ല, ചെറിയൊരു കല്യാണമാണ് ഞങ്ങളത്. ചെറിയ കല്യാണം എന്ന് വെച്ചാൽ ആളുകൾ ഒരുപാടുണ്ട്, പക്ഷേ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡിയാകുന്ന പോലെ വീടൊന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് വന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ആപ്പാപ്പന്മാർ, ആൻറ്റിമാർ, കസിൻസ്, ഞങ്ങൾ പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഒരു സ്ഥലത്ത് മൈലാഞ്ചി ഇടുന്ന തിരക്ക്, ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്ന തിരക്ക്, അങ്ങനെ വീട് മൊത്തം ബഹളമാണ് കല്യാണം അടുപ്പിച്ച അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് എല്ലാവരും വേഗം കിടക്കാൻ നോക്കി. അങ്ങനെ നിക്കാഹിൻ്റെ ദിവസമായി. ഞങ്ങൾ ഇവിടുന്ന് 100 ആളുകളാണ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് നിക്കാഹിന് വേണ്ടിയിട്ട്. ബ്രൈഡിൻ്റെ വീട് വരുന്നത് കോഴിക്കോടും ഞങ്ങൾ വരുന്നത് വയനാടുമാണ്. നല്ല ട്രാഫിക്കും ഒരുപാട് ബ്ലോക്കും ചുരം ഇറങ്ങി പോകേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 8:30-9 ഇറങ്ങാൻ വേണ്ടി നോക്കി. പിന്നെ മറ്റ് മതസ്ഥരെ പോലെയല്ല, നമുക്ക് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് ഗ്രൂം ഒരു 2 റക്അത്ത് നിസ്കരിക്കും, പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരോടും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇവൻ ഇറങ്ങുന്നത് കാണാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ ബസ്സും അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, ആളുകളെല്ലാം റെഡിയാണ്. യാത്ര കഴിഞ്ഞാൽ നമുക്കറിയാം. سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح ചുരത്തിൽ നമുക്ക് ബ്ലോക്കൊന്നും വന്നിട്ടില്ലെങ്കിലും കുന്നമംഗലം കഴിഞ്ഞതിന് ശേഷം നല്ല തിരക്കായിരുന്നു റോഡുകളൊക്കെ. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവനെ വെൽക്കം ചെയ്ത് നമ്മളെല്ലാവരും അകത്തേക്ക് കയറാണ്. ഇങ്ങനെയാണ് നമ്മൾ നിക്കാഹിന് വേണ്ടിയിരിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നത് അനിയനും അതേപോലെ ബ്രൈഡിൻ്റെ ഉപ്പയാണ്. ബ്രൈഡിൻ്റെ ഉപ്പൻ്റെ സൈഡിൽ നിന്ന് ഇരിക്കുന്നവരൊക്കെ ഓരോ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകളും, എൻ്റെ അനിയൻ്റെ സൈഡിലിരിക്കുന്നതൊക്കെ നമ്മളെ കുടുംബത്തിൽ കുറച്ച് മുതിർന്ന ആളുകളുമാണ്. നിക്കാഹിന് നമ്മൾ സ്റ്റേജിൽ ആണുങ്ങൾ മാത്രമേ ഇരിക്കൂ. സ്റ്റേജിൻ്റെ ബാക്കിൽ ബ്രൈഡ് ഇത് കേൾക്കണം എന്നുള്ള നിർബന്ധമാണ്, കുത്തുബ. ഞങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് സംസാരിക്കുന്ന ആളാണ് നമ്മൾ കുത്തുബ നടത്താൻ പോകുന്ന മൗലവി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നവരുടെ മകൾ ഹസ്ന, അതുപോലെ വയനാട് ജില്ലയിലെ പൊഴുതന വലിയപാറ ഉമ്മത്തൂർ ഹൗസിലെ അസീസ് എന്നവരുടെ മകൻ അർസൽ, ഈ 2 പേരുടെയും നിക്കാഹാണ്, വിവാഹ കരാറാണ് അവിടെ നടക്കുന്നത്. നിക്കാഹ് എന്നത് ധാർമ്മികവും നിയമപരവുമായ കരാറാണ്. ഇത് ആരാധനാപരമായ ചടങ്ങ് മാത്രമല്ല, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒത്തുപോകലും ഉത്തരവാദിത്വവും അടങ്ങിയ ഒരു ഉടമ്പടിയാണ്. കുടുംബജീവിതം അഭ്യസ്ത വിദ്യരായ 2 ആളുകളാണ്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുള്ളവരാണ്. എല്ലാ തിരക്കുകളോടൊപ്പം തന്നെ കുടുംബജീവിതത്തിന് അർഹമായ ഒരു ടൈം ഷെഡ്യൂളിൽ മാറ്റിവെച്ച്
കുടുംബത്തിലെല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിലേക്ക് അതൊക്കെ നേരെയാക്കി വെച്ച് നന്നായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത. നിക്കാഹിനി അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഞാൻ മുസ്ലിം നിക്കാഹിൻ്റെ ഒരു രൂപം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നിക്കാഹ് ആരംഭിക്കുന്ന ഒരു കുത്തുബത്തുൽ ഹാജ എന്ന പ്രസംഗത്തോടെയാണ്. അതിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം ബ്രൈഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മതമാണ് വേണ്ടത്. ഇത് ബ്രൈഡിൻ്റെ ഉപ്പയാണ് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ മകളെ ഇന്ന ആളെ മഹർ ഇത്രയ്ക്ക് നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നാണ് പറയുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അസീസിൻ്റെ മകൻ അഫ്സലിന് വേണ്ടി ഞാൻ എൻ്റെ മകൾ അസ്മയെ 3 പവൻ നിശ്ചയിച്ച് വിവാഹം ചെയ്തു. പിന്നെ കബൂൽ എന്നാണ് പറയുക, വരൻ്റെ സമ്മതം. ഇനി വരൻ മറുപടി കൊടുക്കുകയാണ്, ഇവളെ ഞാൻ മഹറായി പറഞ്ഞതുപോലെ സ്വീകരിച്ചു. ഇത് 3 പ്രാവശ്യം പറയുകയും വേണം. ഇതോടുകൂടി നിക്കാഹ് പൂർത്തിയായി എന്ന് ഖത്തീബ് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പിന്നെ സാക്ഷികൾ ഇത്ര ആൾ വേണമെന്നുള്ളൊരു കണക്കൊക്കെ ഉണ്ട്. അതും ദുആയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിക്കാഹ് പൂർത്തിയായി. ഇതാണ് നമ്മളെ ബ്രൈഡ് ഡോക്ടർ ഹസ്ന. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതാണ് നമ്മളെ ബസ്. ഇങ്ങനത്തെ 2 ബസ്സിനാണ് ഞങ്ങൾ വന്നത്. നമ്മളെല്ലാവരും തിരിച്ചു പോവുകയാണ്. ചുരമൊക്കെ കയറി അവിടെ എത്തണം. രാത്രിയായി, നല്ല ബ്ലോക്ക് ചെയ്ത ചുരത്തിൽ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ റിസപ്ഷൻ്റെതാണ്. എല്ലാവരും അതും കാണണം.